ട്രാവലിനെ ഒന്നും ചൈന റെസ്ട്രിക്റ്റ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. അവരുടെ രാജ്യത്തേക്ക് സാധാരണ പോലെ നമുക്ക് വിസ എടുത്ത് പോകാം, എവിടെ വേണമെങ്കിലും സന്ദർശിക്കാം. അപ്പോൾ അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള അടിയന്തരാവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനത്തെ യാത്രാ സംവിധാനത്തേക്ക് അവർ പരിമിതപ്പെടുത്തൂല, അതില്ല. മലയാളി വ്ളോഗർമാർ ചൈനയിൽ താമസിക്കുന്ന ആളുകൾ പോലും നാട്ടിലെ മാധ്യമങ്ങൾ കാണുന്നത് പോലെയല്ല. ഹോസ്പിറ്റൽസിൻ്റെ മുമ്പിൽ നിന്ന് വലിയ തോതിൽ ആൾക്കൂട്ടങ്ങളുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊക്കെയുള്ള സ്ഥലത്ത് നിന്നുള്ള വീഡിയോകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ ആരും മാസ്ക് പോലും ധരിക്കുന്നത് കാണുന്നില്ല. അപ്പോൾ ചൈനയിൽ ആകമാനം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു, അവരുടെ ഹോസ്പിറ്റൽസ് എല്ലാം ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് എന്ന് പറയുന്നതിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലില്ല. ചൈനയിൽ നിന്നൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഭയപ്പെടാൻ തക്കതായ ഒന്നുമില്ല എന്നാണ് ഇപ്പോഴും നമ്മൾ മൊത്തത്തിൽ പരതിയായി കാണാൻ പറ്റുന്നത്. 5 വർഷം മുമ്പ് വന്ന കോവിഡ് മഹാമാരി എന്ന് പറയുന്നത് ഈ തലമുറയ്ക്ക് ഇപ്പോൾ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും മുൻപരിചയം ഉണ്ടായിരുന്ന ഒന്നല്ല. അങ്ങനെ ഒരു വൈറസ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുക എന്നതിന് നമ്മുടെ മുമ്പിൽ ഒരു മെത്തേഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകം മൊത്തം നിശ്ചലമായി പോവുകയും ഒരുപാട് മനുഷ്യരെ നമുക്ക് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. നമ്മുടെ സാമ്പത്തികമായും ജീവിതപരമായിട്ടൊക്കെ വലിയ നഷ്ടം ഉണ്ടാക്കി ഈ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന്. അതുകൊണ്ട് ആളുകൾക്കൊരു ഭയപ്പാട് എല്ലാ വൈറസുകളെക്കുറിച്ചുമുണ്ട്. ചൈനയിൽ നിന്ന് എന്തൊക്കെയോ തരത്തിലുള്ള സംഗതികളെല്ലാം ഇപ്പോഴും പൊട്ടിപ്പുറപ്പെട്ട് വന്ന് നമ്മുടെ ലോകത്തെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്നുവെന്ന് മറ്റിൽ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, ചൈനയിൽ എന്തോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക, അതിൽ നിന്ന് പുറപ്പെട്ടു പോയ അല്ലെങ്കിൽ ലീക്കായി പോയ വൈറസാണ് ലോകത്തെ നശിപ്പിച്ചത്. ചൈന എന്തൊക്കെയോ തരത്തിലുള്ള വെപ്പൺ പ്രയോഗിച്ചതാണ്. ചൈനയിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ ലൂസാണ്. അവിടുന്ന് എപ്പോഴും ഇത്തരം സാർസും COVID-19 പോലുള്ള വൈറസുകൾ പടർന്നു വരാൻ കാത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ബിലീഫ്സ് ഉണ്ട്, വിശ്വാസങ്ങൾ, ആശങ്കകൾ ലോകത്തിനുണ്ട്. അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വാർത്തകൾ വരുമ്പോൾ പോലും നമ്മൾ വലിയ ഭയാശങ്കപ്പെടുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പോലും ഈ കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കണം. ലോകം എമ്പാടും മലയാളികളുണ്ട് എന്ന് പറയുമ്പോഴും തരത്തിലുള്ള കൃത്യതയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, ചൈന അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം പ്രഖ്യാപിച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ രാജ്യത്ത് ഈ വൈറസിൻ്റെ വ്യാപനമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൽ സൂക്ഷ്മത പാലിക്കണം എന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ ട്രാവലിനെ ഒന്നും ചൈന ഏതെങ്കിലും തരത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. അവരുടെ രാജ്യത്തേക്ക് സാധാരണ പോലെ നമുക്ക് വിസ എടുത്ത് പോകാം, എവിടെ വേണമെങ്കിലും സന്ദർശിക്കാം. അപ്പോൾ അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള അടിയന്തരാവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനത്തെ യാത്രാ സംവിധാനത്തേക്ക് അവർ പരിമിതപ്പെടുത്തൂല, അതില്ല. മലയാളി വ്ളോഗർമാർ ചൈനയിൽ താമസിക്കുന്ന ആളുകൾ പോലും നാട്ടിലെ മാധ്യമങ്ങൾ കാണുന്നത് പോലെയല്ല. ഹോസ്പിറ്റൽസിൻ്റെ മുമ്പിൽ നിന്ന് വലിയ തോതിൽ ആൾക്കൂട്ടങ്ങളുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊക്കെയുള്ള സ്ഥലത്ത് നിന്നുള്ള വീഡിയോകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ ആരും മാസ്ക് പോലും ധരിക്കുന്നത് കാണുന്നില്ല. അപ്പോൾ ചൈനയിൽ ആകമാനം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു, അവരുടെ ഹോസ്പിറ്റൽസ് എല്ലാം ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് എന്ന് പറയുന്നതിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലില്ല. മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങൾ WHO വെബ്സൈറ്റിൽ പോയി നോക്കിയാലും WHO എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനാണ്. അവർ ചൈനയിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും അവരുടെ വെബ്സൈറ്റിൽ കാണാൻ കഴിയില്ല, ഒരു റിലീസും ഇതുവരെ പുറത്തിറക്കിയിട്ടുമില്ല. ഇപ്പോൾ നോക്കി, ഇതൊരു വലിയ ഒരു എമർജൻസി ആൻഡ് അലാമിംഗ് സിറ്റുവേഷൻ ആണെങ്കിൽ WHO ആണ് ആദ്യം പ്രതികരിക്കേണ്ടത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും വന്നിട്ടില്ല എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അതുകൊണ്ട് ലോകത്തിന് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടില്ല എന്നാണ് ഈ നിമിഷവും നമ്മൾ വസ്തുതാപരമായ പരിശോധനയിൽ വിശ്വസിക്കേണ്ടത്. അതേസമയം ഈ പറയുന്ന HMPV എന്ന് പറയുന്ന വൈറസ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അത് ചൈനയിലുണ്ട് എന്നത് വസ്തുതയുമാണ്. അത് ചൈന നിരാകരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആ വൈറസ് തണുപ്പ് കാലത്ത് ഇത്തരം വൈറസുകൾ സ്വാഭാവികമായും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ഞങ്ങളുടെ രാജ്യത്തിനാകമാനമോ ലോകത്തിനാകമാനമോ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഔട്ട് ബ്രേക്ക് ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ലോകത്തെല്ലായിടത്തും നമുക്കറിയാവുന്ന സീസൺ ബേസ്ഡ് ആയിട്ട് പല തരത്തിലുള്ള വൈറസുകൾ വരും. ഇപ്പോൾ കേരളത്തിൽ പോലും നമുക്കറിയാം, മഴക്കാലപൂർവ്വ ശുചീകരണം നമ്മൾ നടത്തുന്നില്ല. മഴക്കാലത്ത് വലിയൊരു വൈറസുകൾ വരികയും ഭയങ്കരമായ ആളുകൾ ആശുപത്രികളിൽ പനി പിടിച്ച് ആശുപത്രിയിലാവുകയും ചെയ്യും. പലതരത്തിലുള്ള H1N1 അല്ലെങ്കിൽ ഈ പറയുന്ന എലിപ്പനി പോലുള്ള രോഗങ്ങൾ കേരളത്തിൽ പോലും ഉണ്ട്. അപ്പോൾ അതിന് സമാനമായൊരു സിറ്റുവേഷൻ മാത്രമേ ഇപ്പോൾ ചൈനയിലുള്ളൂ, അല്ലാതെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാന്നാണ്. ചൈനയും അതേക്കുറിച്ച് എനിക്ക് തോന്നുന്നു വളരെ കൺസേൺഡാണ്, ബോധേഡാണ്. അവർ COVID-19 ശേഷം അവരുടെ ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ പ്രൊഫഷണലാക്കുന്നു, കൂടുതൽ കുറ്റമറ്റതാക്കുന്നു, കൂടുതൽ ടെക്നോളജി അത് എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത് അത് വലുതാവാതിരിക്കാൻ, അത് പടർന്ന് പന്തലിക്കാതിരിക്കാനൊക്കെ ഭയങ്കരമായ വിജിലൻ്റാണ് ആ രാജ്യം എന്ന് കാണുക. ചൈനയെ സംബന്ധിച്ച് ഈ റിസ്ക് എലമെൻറ്റ്സ് ഓഫ് കോഴ്സ് അതിനെക്കുറിച്ച് വിശ്വസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഉണ്ടെന്നായിരിക്കുന്നു. കാരണം ചൈന വലിയ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പിന്നെ ഈ പറഞ്ഞ ഏഷ്യൻ രാജ്യങ്ങൾ പലതിലുള്ള പോലെ വെറ്റ് മാർക്കറ്റ്സ് എന്താണ്, ഈ മനുഷ്യനും മൃഗങ്ങളുടെ ഇറച്ചി, ഇതിൻ്റെ ഇടപാടുകൾ, തുറന്ന മാർക്കറ്റുകൾ, ഇതൊക്കെയുള്ള രാജ്യമാണ് ചൈന. ഇപ്പോൾ മറ്റ് ഇവിടെ ഈ ഇന്ത്യയിലൊക്കെ വന്നാൽ പോലും. അപ്പോൾ ഇത് പിന്നെയുള്ള ഭയങ്കരമായ നഗരവൽക്കരണം നടക്കുന്ന, വളരെ ഫാസ്റ്റായിട്ടുള്ള നഗരവൽക്കരണം നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയും ചൈനയിൽ ഈ വൈറസ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തേത് നമ്മൾ ഭയപ്പെടേണ്ട ഒന്നല്ല. പിന്നെ എവിടെന്നെങ്കിലും ഒന്ന് വന്നാലും
വിനാശത്തിന് അത് മതി. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മത പാലിക്കണം, നമ്മൾ ജാഗ്രത പാലിക്കണം എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും അവരുടെ ജാഗ്രത പാലിക്കലല്ലാതെ ഈ ഒരു രോഗം വന്നു വിടാൻ പോകുന്നതിന് പേരിൽ ഫ്ലൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആശുപത്രികൾ പ്രത്യേകമായി അടിയന്തരമായി സെറ്റപ്പ് ചെയ്യുകയോ കൂടുതൽ മരുന്നുകൾ കൊണ്ടുവരികയോ അങ്ങനെ എന്തെങ്കിലുമൊന്നും രാജ്യങ്ങൾ കടന്നിട്ടില്ല. ചൈനയിൽ ഇങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മത എപ്പോഴും പാലിക്കുന്നത് നല്ലതാണ്. കാരണം വീണ ജോർജ് പറഞ്ഞ ലോകത്തെല്ലായിടത്തും മലയാളികളുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് കഴിഞ്ഞ വർഷം കേൾക്കുന്ന മലയാളികളുടെ രാജ്യങ്ങളുടെ കണക്കെടുക്കും 136 രാജ്യങ്ങളിൽ നിന്നാണ് മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ കൂടുതൽ സ്ഥലത്ത് മലയാളികൾ സ്വാഭാവികം ഉണ്ടാവല്ലോ. അപ്പോൾ അവിടെ നിന്നെല്ലാം ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ആ നിലയ്ക്കുള്ള റിസ്ക് എലമെൻ്റ് ഉണ്ട്. അതിൽ സൂക്ഷ്മത പാലിക്കുമെന്നാണ് പറയുന്നത്. അല്ലാതെ ചൈനയിൽ നിന്നൊരു മഹാമാരി പുറപ്പെട്ടിരിക്കുന്നത് ഭയപ്പെടാൻ തക്കതായ ഒന്നുമില്ല എന്നാണ് ഇപ്പോഴും നമ്മൾ മൊത്തത്തിൽ പരതിയായി കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നതാണ്.